പേരാമ്പ്രയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നതിന്റെ ഞെട്ടലിലാണ് സ്ഥാനാർത്ഥികൾ. ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ. നിലവിൽ സ്ട്രോങ് റൂം തുറക്കേണ്ടതിന്റെ ആവശ്യമില്ല, എന്നിട്ടും നടന്നത് അനധികൃത ഇടപാടുകളാണോ എന്ന് സംശയമുണ്ടെന്നും ഫാത്തിമ പറയുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള റൂമിന്റെ ഉൾവശം പരിശോധിക്കണമെന്നും സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അധികൃതർ നിന്നത്. ചട്ടപ്രകാരം സ്ഥാനാർത്ഥിക്കോ സ്ഥാനാർത്ഥി നിർദ്ദേശിക്കുന്ന വ്യക്തിക്കോ സ്ട്രോങ് റൂമിനുള്ളിൽ പ്രവേശിക്കാം. എന്നാൽ ഇവിടെ ഫാത്തിമയെ തടയുന്ന നിലപാടാണ് അധികൃതരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് JDT കോളേജിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നെന്നാണ് UDFന്റെ ആരോപണം. സ്ട്രോങ് റൂം നേരിട്ട് പരിശോധിക്കണമെന്ന് UDF സ്ഥാനാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെ രൂക്ഷമായിട്ടാണ് ഫാത്തിമയും UDFും പ്രതികരിച്ചത്. സ്ഥാനാർത്ഥികളുടെ അറിവോടുകൂടിയല്ല മുറി തുറന്നതെന്ന് UDF ആരോപിച്ചു. കൃത്യമായ നോട്ടീസ് ഇല്ലാതെ മുറി തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് തുറക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്നും പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പറയുന്നു. റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതായി ഫാത്തിമ തെഹ്ലിയ പറയുന്നു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് റിട്ടേണിംഗ് ഓഫീസർ ഫോണിൽ വിളിച്ച് 9 മണിക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. 11 മണിയായപ്പോൾ താൻ പ്രതിനിധിയെ അയച്ചെന്നും എന്നാൽ അപ്പോഴേക്കും റൂം തുറന്നിരുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അട്ടിമറി ശ്രമമാണ് നടന്നത്. ഈ പ്രദേശം പൂർണ്ണമായും BSFന്റെ സുരക്ഷയിലാക്കണമെന്നും സ്ട്രോങ് റൂമിന്റെ പരിസരത്തുള്ള സ്പെയർ റൂമും പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പറഞ്ഞു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. സ്ട്രോങ് റൂമിന് സമീപത്തെ മുറി തുറന്നതിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി സാധ്യതയുണ്ട്. മെറ്റീരിയൽ സൂക്ഷിക്കേണ്ടത് സ്ട്രോങ് റൂമിന് അടുത്തല്ല. കേന്ദ്രസേനയ്ക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് സംസ്ഥാന സർക്കാർ ജീവനക്കാരും കേരള പോലീസും കയറി. അതിനാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഫാത്തിമ പ്രതികരിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് രാവിലെ ഒരു 8 o'clock ശേഷമാണ് എനിക്കൊരു കോൾ വരുന്നത്. ഇങ്ങനെ അത് എന്നെ ഡയറക്റ്റ് വിളിച്ചതല്ല. പിന്നെ അവരുടെ മെറ്റീരിയൽ റൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം 9 മണിയാകുമ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്യും, അപ്പോഴേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവർ വിളിച്ച് പറയുന്നു, എൻ്റെ ഏജൻ്റ് ആയിട്ടുള്ള ആൾ എന്നെ വിളിച്ച് പറയാണ്, പിന്നെ ഇത് ഇങ്ങനെ തുറക്കാൻ പോകുന്നുണ്ട് ഇൻറ്റിമേഷൻ. അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ROനെ വിളിച്ചു കാര്യം പറഞ്ഞു. പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ ഒരു കാര്യവും ഇപ്പോൾ ഇതിനിടയിലൊക്കെ പലതവണ വിളിക്കുമ്പോഴൊന്നും ഒരു മെയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടീസ് ഇല്ലാതെയാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു മൂവ്മെൻറ്റ് ഒരു റൂമും ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുറക്കണം, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ പിന്നെ അവർ ഫോർവേഡ് ചെയ്തു. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു